ഇതൊക്കെയാണോ രാജ്യസ്നേഹം? BJPയുടെ രാജ്യസ്നേഹം ഇതൊക്കെയാണോ? നല്ല പണിയാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ സിലിഗുരി കോറിഡോറിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിങ്ങൾ വേലി കെട്ടാൻ പോവല്ലേ, അതും 10-12 അടി ഉയരമുള്ള വേലി. നല്ല പണിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? നമ്മുടെ സഹോദരന്മാരല്ലേ ബംഗ്ലാദേശികൾ, അവർക്ക് നമ്മുടെ നാട്ടിലോട്ട് വരണ്ടേ? നിങ്ങൾ ഇത്ര നാൾ ഞങ്ങളുടെ മമതാ ചേച്ചി അവരെയായിട്ട് എന്തുമാത്രം സഹകരിച്ചെന്നറിയോ? അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് വരാം. അങ്ങനെയൊക്കെയല്ലേ ചെയ്യണ്ടേ? നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അതിഥി ദേവോഭവ എന്ന് പറഞ്ഞാലിരിക്കുന്നത്. അപ്പോൾ അന്യ രാജ്യത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ അവരെ നമ്മൾ സ്വീകരിക്കണ്ടേ? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മൾ അവരെ എത്ര നല്ല രീതിയിലാണ് അവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനമല്ലേ കാണിക്കുന്നത്? 2 രാജ്യങ്ങൾ തമ്മിൽ വേലി തീർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകണ്ടേ? BJPയുടെ രാജ്യദ്രോഹം നല്ല പണിയാണ് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് രാജ്യസ്നേഹമാണെന്ന്. ഇതാണോ രാജ്യസ്നേഹം? യഥാർത്ഥ രാജ്യസ്നേഹികൾ ഞങ്ങളായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ നിന്ന് ഒരു വേലിയും തീർക്കാൻ പോകുന്നില്ല. ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും. അങ്ങനെ ചെയ്യണം. അതാണ് രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ. ഇതന്നെ ഒരുമാതിരി ഇടപാട്. 10-12 അടി ഉയരമുള്ള വലിയ വേലിയൊക്കെ തീർത്തിട്ട് ഒരു മനുഷ്യനും അങ്ങോട്ടും പോകണ്ട, ഇങ്ങോട്ടും വരണ്ട. കഷ്ടമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് രാജ്യസ്നേഹം. ഞങ്ങളുടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഞങ്ങളുടെ കോക്രോച്ച് പാർട്ടി ഒന്ന് വന്നോട്ടെ. നിങ്ങളുടെ ചിക്കൻ നെക്ക്, നിങ്ങളുടെ സിലിഗുരി കോറിഡോർ അത് ഞങ്ങളങ്ങ് കണ്ടിക്കും, എന്നിട്ട് ഇന്ത്യനെ 2 ആക്കും. അതൊക്കെയാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. അല്ല, ഇതൊന്നുമല്ല. ഇപ്പോഴും ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ വേലി കെട്ടുന്നത് തടയാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാ, അല്ലാതെ BSFകാരെ പേടിച്ചിട്ട് നെഞ്ച തോട്ട വീഴുമെന്ന് പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. വേണ്ടെന്ന് വെച്ചിട്ടാ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഞങ്ങളുടെ പാറ്റാക്കൂട്ടത്തിൻ്റെ ഫോളോവേഴ്സ് കൂടുന്നത്. ഇത് കുറച്ചും കൂടെ അങ്ങോട്ടൊന്ന് കൂടിക്കോട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ NC പിള്ളേരെയും തൊഴിലില്ലാത്ത പിള്ളേരെ അങ്ങോട്ട് ഇറക്കി വിടുന്നുണ്ട്. നിങ്ങളുടെ ചിക്കൻ നെക്കിലോട്ട് ഞങ്ങൾ ഇറക്കി വിടും. BSF ഒക്കെ അമ്മമാർക്ക് പുല്ല. ഞങ്ങൾ അമേരിക്കയിലിരുന്നും ഓസ്ട്രേലിയയിലിരുന്നും ജർമ്മനിയിലിരുന്നും ഒക്കെ ആഹ്വാനം ചെയ്യും. ഇവർ പോയി BSFന്റെ മുമ്പിൽ പോവും, അവരവിടെ BSFകാർ ഓടിക്കുകയും ചെയ്യും, ഞങ്ങൾ ആ വേലി പൊളിച്ചും കളയും. അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, അങ്ങനെ വല്ല രാജ്യത്തൊക്കെ ഇരുന്ന് ആഹ്വാനം ചെയ്യാൻ നല്ല എളുപ്പം, ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വാടായെന്ന് പറയും. ഇല്ല, വരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ പിള്ളേരുണ്ടോ അവിടെ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആഹ്വാനം ചെയ്താൽ മതി, നമ്മുടെ പിള്ളേർ നമുക്ക് വേണ്ടി ഇറങ്ങും. അറിയാവോ? ഇന്നത്തേക്ക് ഇത്ര മതി. ക്യാമറ ഓഫ് ചെയ്തേക്കാം. എന്തായാലേ നമ്മൾ ആ NC പിള്ളേരെയും പണിയില്ലാത്തവരെയൊക്കെ മൂപ്പിച്ച് വിടുന്നുണ്ടല്ലോ. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തു, ഇപ്പം ചെയ്ത് വെച്ചതുള്ളൂ. ഇനി നാളെ കൂടെ മൂപ്പിച്ച് വിടണം. ഇവന്മാരങ്ങോട്ടൊക്കെ പോയിട്ടേ BSFൻ്റെ ഒക്കെ വെടികൊള്ളുവാണെങ്കിൽ കൊള്ളട്ടെ. നമുക്കിപ്പോൾ എന്താ ചെയ്യണം? നമ്മൾ ജർമ്മനിയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ അല്ലേ, നമുക്ക് മൂപ്പിച്ച് വിടാന്നേ. ഒത്താലോടും ഇല്ലെങ്കിൽ ഓലാന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ പരിപാടിയാണ്. ഇപ്പം നീറ്റ് എക്സാമിൻ്റെ ഒക്കെ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, അവിടെ പിടിച്ചല്ലേ നമ്മൾ കയറിയത്. പക്ഷേ നമ്മുടെ ഉദ്ദേശം വേറെ അല്ലേ, അത് ഈ പിള്ളേർക്ക് അറിയത്തില്ല. എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? എന്നാൽ ഈ അമിത്ഷായും ഒക്കെ അവർ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഭീകരം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് വീഡിയോയ്ക്ക് അത് പറയാൻ പറ്റുമല്ലോ. മനസ്സിലായില്ലേ? 10-600 ഏക്കർ BSFന് കൊടുത്തത്. ഇനി അവിടെ ഒരു കളി നടക്കത്തില്ലെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവരിൽ മാത്രം എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഈ NC പിള്ളേരെയും മറ്റുമൊക്കെ പണിയില്ലാത്തവരൊക്കെ അവരെ എങ്ങനെയെങ്കിലും മൂപ്പിച്ച് വിട്ടട്ടെ. എന്തെങ്കിലും പണി നടക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഇവന്മാർ മനസ്സിലാക്കുന്നില്ല. അതാണ് നമ്മുടെ വരുന്നോടത്ത് വെച്ച് കാണാം, നോക്കാം. ഇതോ ഇനി ഒരു അവസാനത്തെ ഒരു പ്രതീക്ഷയുള്ളൂ. ക്യാമറ ഓഫ് ചെയ്തില്ല, മറന്നുപോയി. എല്ലാം കേട്ടോ ആവോ.